എന്തുകൊണ്ട് പ്രീമിയം സെല്ല് ചെയ്യണം? അപ്പോ ഒരു കാര്യം കൂടെ, പ്രീമിയം കസ്റ്റമേഴ്സ് വെറുതെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റത്തില്ല. അവിടെ ഒരു കാര്യം ഉറപ്പുവരുത്തിക്കോണം. ഇതിന്റെ പേരാണ് വെൽത്ത് പിരമിഡ്. വെൽത്ത് പിരമിഡ്. നമുക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്നു. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ, തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. രാത്രിയിൽ അവരുടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ആ ഡോക്ടറുടെ പേരെന്താ? ഡ്യൂട്ടി ഡോക്ടർ. ആബ്സല്യൂട്ട്ലി ഡ്യൂട്ടി ഡോക്ടർ. ഇവര് MBBS കാരാണ്. പക്ഷേ ഇവർക്ക് MBBS മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേര് ജനറൽ കാറ്റഗറി. ഇനി ആ ഡോക്ടർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മരുന്ന് തന്നിട്ട് പറയും, നാളെ ഇത് ഇങ്ങനെ ഒരു പെയിൻ വന്നതല്ലേ, എന്തായാലും 10 മണിക്ക് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും, സ്പെഷ്യലിസ്റ്റ്. ആരാണത്? സ്പെഷ്യലിസ്റ്റ്. പുള്ളിയെ വന്ന് കാണാൻ പറയും. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? MBBS പ്ലസ് MD ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും. ഇനി ചിലപ്പോൾ ഈ ഡോക്ടറുടെ കയ്യിൽ നിൽക്കില്ല. ഇയാൾ എന്ത് പറയും? മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡായ എൻ്റെ ഒരു സാറുണ്ട്, അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? MBBS ഉണ്ട്, MD ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കും എക്സ്പേർട്ട്. ഇനി ചില ഡോക്ടേഴ്സ് ഉണ്ട്, അവര് നമ്മൾ മുമ്പേ പറഞ്ഞില്ല 4% ആളുകൾ, ഏറ്റവും അൾട്രാ പ്രീമിയം, അവരെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. ഇവരെ വിളിക്കുന്നവരാണ് സെലിബ്രിറ്റി ഡോക്ടേഴ്സ്. ഉണ്ടല്ലോ, അറിയാമല്ലോ, ആ 4% ആളുകളെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. കേട്ടിട്ടില്ലേ? അമേരിക്കയിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു, ഡൽഹി എയിംസിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു, വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു. ഇതൊക്കെ സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ്, എക്സ്പേർട്ടും കഴിഞ്ഞ് സെലിബ്രിറ്റി റേഞ്ചിലുള്ളവരാണ് ഇവർ. ഈ ഡ്യൂട്ടി ഡോക്ടറുടെ വണ്ടി ഏതായിരിക്കും? ഒന്നേ ഒരു 2 വീലർ അല്ലെങ്കിൽ ഒരു മാരുതി. ആ വണ്ടിയും ആ വരുമാനമാണോ ഒരു സ്പെഷ്യലിസ്റ്റിന്? ഇയാളുടെ വണ്ടി ഏതായിരിക്കും? കുറച്ചുകൂടെ. ഒരു എക്സ്പേർട്ടിൻ്റെ വണ്ടി ഏതായിരിക്കും? ബെൻസ്, ഓഡി, RH. സെലിബ്രിറ്റി ഡോക്ടറുടെയോ? റോൾസ് റോയ്സ് പോലുള്ള അത്രയും കാറ്റഗറി കൂടിയ വണ്ടികളായിരിക്കും. ഇവരെല്ലാവരും ബേസിക്കലി എന്താ? MBBS കാരാണ്, ഡോക്ടേഴ്സാണ്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. എന്നിട്ട് ഞാൻ ഈ ഹാളിൻ്റെ നേരെ മുകളിൽ ഫ്രണ്ടിലോട്ട് വ്യൂ കിട്ടുന്ന ഒരു റൂമാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ താഴോട്ട് നോക്കുന്നുണ്ട്. ചിലരിന്നിവിടെ ഓട്ടോയിൽ വന്നിറങ്ങി, ചിലർ ബൈക്കേ വന്നു, ചിലർ ഈ പറഞ്ഞ ക്രെറ്റ ഇന്നോവയിൽ വന്നു, ചിലരിവിടെ ബെൻസ്, ഓഡി റേഞ്ചിലുള്ള വണ്ടിയെ വന്നു. ഈ ടീം ഇവിടെ വന്നിട്ടില്ല. പോട്ടെ, എല്ലാവരും ഏജൻസ് അല്ലേ? പിന്നെന്താ സാറേ നമുക്ക് മാത്രം സൈക്കിളായി പോയേ? സാറേ, എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കിളിൽ ഒതുങ്ങിപ്പോയെന്നറിയുമോ? ആ പേപ്പർ എടുത്ത 5 പേരുടെ പേരൊന്ന് നോക്കിക്കേ, ഇവന്മാർ കാരണമാണ്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കും. കാരണം എന്താ? നിങ്ങളുടെ സ്കില്ല് കൂടും തോറും നിങ്ങളുടെ സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും.